നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്നു. വാരഫലത്തിൽ ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് 1200 മിഥുനം 10 മുതൽ 16-ാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്തെ, അതായത് 2025 ജൂൺ 24-ാം തീയതി മുതൽ ജൂൺ 30-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഇവിടെ ഈ വാരഫലം ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി ഇപ്രകാരമാണ് നിങ്ങൾ മനസ്സിലാക്കണം. മേടത്തിൽ ശുക്രനുണ്ട്, ഇടവത്തിൽ ഉച്ചസ്ഥനായി ചന്ദ്രനുണ്ട്, രോഹിണി നക്ഷത്രത്തിൽ. 3-ാം രാശിയിൽ മിഥുനൻ രാശിയിൽ സൂര്യനും വ്യാഴവും ഉണ്ട്. 4-ൽ ബുധൻ, 5-ൽ ചൊവ്വ, കേതു, 11-ാം ഭാവത്തിൽ രാഹു, 12-ൽ ശനി. ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി. ഇനി മേടൻ രാശി മുതൽ 12 രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളെ നമുക്ക് ചിന്തിക്കാം. മൂലം, പുരാണം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു ധനുരാശി. ഇവിടെ ധനുരാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളില്ല. 7-ാം ഭാവത്തിൽ ആദിത്യനും വ്യാഴവുമുണ്ട്, വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. 3-ാം ഭാവത്തിൽ രാഹു, 4-ൽ ശനി, 5-ൽ ശുക്രൻ, 6-ൽ ചന്ദ്രൻ, അഷ്ടമത്തിൽ ബുധൻ, 9-ാം ഭാവത്തിൽ ചൊവ്വ, കേതു. ഇവിടെ പ്രായണ കർമ്മവുമായി ബന്ധപ്പെട്ട് യാത്രയാകാം ധനുരാശിക്കാർക്ക്. അഷ്ടമത്തിൽ ബുധനാണ്. ശതഞ്ജീവിനോ രന്ധ്രകേ രാജപുത്രേ ഭവന്തിഹ ദേശാന്തരേ വിശ്വതാഹ. തനിക്ക് കർമ്മമേഖലയുടെ അന്യദേശത്ത് പേരും പ്രശസ്തിയും ഉണ്ടാകാം. അതിനാൽ പഠിതാക്കൾ, വിദ്യാർത്ഥികൾ, പുതിയ ജോലി തേടിപ്പോകുന്നവർക്ക് ഈ ബുധൻ വളരെയധികം സഹായകരമായൊരവസ്ഥ സൃഷ്ടിക്കും. ബുധന് മൗഢ്യമില്ല, അദ്ദേഹത്തിന് ആയുസ്സിന് ദോഷം വരില്ല. ഇവിടെ ആയുർഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. ധനു ലഗ്നത്തിലേക്ക് ലഗ്നാധിപനായ രാശ്യധിപനായ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. അവിടെ സൂര്യൻ സൗഭാഗ്യത്തെ പ്രദാനം ചെയ്യുന്ന ഭാഗ്യാധിപനാണ്, 9-ാം ഭാവാധിപനാണ്. പലപ്പോഴും ഭാര്യയെ പിരിഞ്ഞിരിക്കേണ്ടുന്ന അവസ്ഥ വരും. വിവാഹവതി അഷ്ടമത്തിൽ നിൽക്കുന്ന ബുധൻ ഒരു നല്ല പ്രബലമായ ജോലിയിലേക്ക് മാറുമ്പോൾ പലപ്പോഴും ഭാര്യാവിഷയത്തിലേക്ക് ഉണ്ടാകുന്ന ചില ക്ലേശങ്ങൾ, ഭാര്യയെ മാറി നിൽക്കേണ്ടി വരിക മുതലായ ക്ലേശങ്ങളൊക്കെ വരും. ചന്ദ്രൻ 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. അതിനാൽ ശത്രുക്കൾ ഇവിടെയും ധാരാളം ഉണ്ടാകും. തൻ്റെ കർമ്മമേഖലയിലായാലും വ്യക്തിപരമായ ജീവിതത്തിലായാലും ധാരാളം വായിക്കുവാനുള്ള അസുലഭമായ അവസരം വരും. 5-ൽ ശുക്രനാണ്. സന്താനങ്ങൾക്ക് ഈ വാരം വളരെ നല്ലതാണ്. പലപ്പോഴും പിതൃധനി, അച്ഛൻ ധനം കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ മക്കൾക്ക് വരും. ധനുരാശിക്കാരായ മക്കൾക്ക് അച്ഛൻ്റെ സൗഭാഗ്യങ്ങൾ വരും, അച്ഛൻ്റെ കാശ് കിട്ടും. അതിനാൽ അവരുടെ ഹയർ സ്റ്റഡീസിനോ ഉപരിപഠനത്തിനോ യാത്രയ്ക്കോ വളരെ അനുകൂലമായി പിതാവിനെ സഹായിക്കുക, പിതാവിന് ധനപരമായ സോഴ്സുകൾ ഉണ്ടാവുക തുടങ്ങിയ സമയമൊക്കെയാണ്. ശത്രുദോഷം നിർബന്ധമായും പരിഹാരം കാണണം. ശത്രുദോഷത്തിന് ഇവിടെ ശത്രുസംഹാര കുരുതി ചെയ്യണം. നാളികേരം കൊണ്ട് മുട്ടറക്കണം. യാത്രാവിഷയത്തിലേക്ക് സൗഭാഗ്യങ്ങൾക്കായി ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യണം. അവിടെ ദാമ്പത്യ ഐക്യം ചെയ്യണം. ഐക്യമത്യ അർച്ചന ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ചെയ്യുക. ഓം ലക്ഷ്മി നരസിംഹ മൂർത്തേ നമഃ എന്ന പ്രാർത്ഥന വളരെയധികം ഗുണകരമായി ഭവിക്കുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട ധനുരാശിക്കാർക്കും ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.